പുണ്യമായ റമളാൻ മാസത്തിൽ നമ്മൾ ചൊല്ലേണ്ട ദിക്ർ ഇൻഷാ അല്ലാഹ് അത് നമ്മൾ ചൊല്ലാൻ വേണ്ടി പോവുകയാണ്. എല്ലാവരും മനസ്സറിഞ്ഞ് കൂടെ ചൊല്ലുക. പരിശുദ്ധമായ പുണ്യമായ റമളാനിൽ ഈ ദിക്ർ നമ്മൾ ചൊല്ലണം. ഓരോ ദിവസവും ഇത് നല്ലതുപോലെ പതിവാക്കണം. ലക്ഷക്കണക്കിന് വിശ്വാസികൾ ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ ഇരുന്ന് അറിവിന്നിലാമിന്റെ മജ്‌ലിസിൽ ഇരുന്ന് ദിക്ർ ചൊല്ലുമ്പോ എന്റെ പ്രിയപ്പെട്ട സഹോദര സഹോദരിമാരെ, നമ്മുടെ മനസ്സിലുള്ള മുറാദുകൾ കരുതിയിട്ട് ചൊല്ലണേ. ഇൻഷാ അല്ലാഹ് 3 തവണ ഉസ്താദ് ഈ ദിക്റിന്റെ അർത്ഥം പറഞ്ഞു തരാം. ഈ ദിക്റിന്റെ മഹത്വം മനസ്സിലാക്കിയിട്ട് നിങ്ങൾ ചൊല്ലണം കേട്ടോ. ഈ ദിക്റിന്റെ മഹത്വം മനസ്സിലാക്കിയിട്ട് നിങ്ങൾ ചൊല്ലണം കേട്ടോ. അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് അസ്തഗ്ഫിറുല്ലാഹ് വഅസ്അലുൽ ജന്നത വഅഊദു ബിക മിനന്നാർ. എല്ലാവരും 3 തവണ ചൊല്ലുക. അതിനുശേഷം ഇതിന്റെ അർത്ഥം പറയാൻ പോവാണ്. അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് അസ്തഗ്ഫിറുല്ലാഹ് വഅസ്അലുൽ ജന്നത വഅഊദു ബിക മിനന്നാർ. അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് അസ്തഗ്ഫിറുല്ലാഹ് വഅസ്അലുൽ ജന്നത വഅഊദു ബിക മിനന്നാർ. ഇനി എല്ലാവരും ഈ ദിക്റിലേക്ക് ശ്രദ്ധിക്കണേ. ഈ ദിക്റിന്റെ അർത്ഥം പറയാൻ പോവുകയാണ്. അല്ലാഹുവേ, എന്താ പ്രിയപ്പെട്ടവരെ, അതിന്റെ അർത്ഥം എന്തെന്നറിയോ? അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ്. അല്ലാഹുവേ, നീ മാത്രമാണ് ഇലാഹ് അല്ലാഹ്. നീ മാത്രമാണ് റബ്ബ് അല്ലാഹ്. നീ മാത്രമാണ് ദൈവം അല്ലാഹ്. നീ മാത്രമാണ് പടച്ചവൻ. അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ്. നീ അല്ലാതെ ഇലാഹില്ല എന്ന് ഞങ്ങളെ മനസ്സിൽ ഉറപ്പിച്ച് പറയുകയാണ് റബ്ബേ. ഞങ്ങൾ അതിൽ സാക്ഷ്യം പറയുകയാണ് അല്ലാഹ്. ലാ ഇലാഹ ഇല്ലല്ലാഹ്. നിനക്ക് മാത്രമാണ് ഞങ്ങൾ ആരാധന ചെയ്യുന്നത്. നീ അല്ലാതെ മറ്റൊരു ഇലാഹ് ഞങ്ങൾക്കില്ല റബ്ബേ. നീ അല്ലാതെ ഞങ്ങൾക്ക് മറ്റൊരു റബ്ബില്ല അല്ലാഹ്. നീ അല്ലാതെ ഞങ്ങൾക്ക് മറ്റൊരു പടച്ചവനില്ല അല്ലാഹ്. ഞങ്ങൾ ശിർക്ക് ചെയ്യുന്നില്ല അല്ലാഹ്. ഞങ്ങൾ ശിർക്ക് ചെയ്യുന്നില്ല അല്ലാഹ്. നിന്നെ മാത്രമാണ് ഞങ്ങൾ ആരാധിക്കുന്നതല്ലാഹ്. നിന്നെ മാത്രമാണ് ഞങ്ങൾ ആരാധിക്കുന്നതല്ലാഹ്. പടച്ചവനെ, ഞങ്ങളെ കുറിച്ച് മറ്റുള്ളവരെ ഞങ്ങൾ ശിർക്കിന്റെ ആളുകളാണെന്ന് മുദ്ര കുത്തിയാൽ പോലും ഞങ്ങൾ ആരാധന നിനക്ക് മാത്രമാണ് റബ്ബേ. ഞങ്ങളെ പ്രാർത്ഥന നിനക്ക് മാത്രമാണ് റബ്ബേ. പടച്ചവനെ, ഞങ്ങളെ ഇബാദത്ത് മുഴുവനും നിനക്ക് വേണ്ടിയാണ്. നിന്നെ മാത്രമാണ് ഞങ്ങളെ റബ്ബായിട്ട് അനുഗ്രഹിക്കും. ഞങ്ങൾ റബ്ബായിട്ട് ഞങ്ങളെ മനസ്സിലാക്കുന്നത്, റബ്ബായിട്ട് ഞങ്ങൾ അംഗീകരിക്കുന്നത്. എന്നിട്ട് നമ്മൾ പറയുന്നത് എന്താ? അസ്തഗ്ഫിറുല്ലാഹ്. റമളാനിന്റെ ഓരോ ദിവസങ്ങളിലെ അല്ലാഹുവിനോട് നമ്മൾ പറയുകയാണ്, അസ്തഗ്ഫിറുല്ലാഹ്. നീ ഞങ്ങളോട് പൊറുക്കണേ അല്ലാഹ്. നീ ഞങ്ങളോട് മാപ്പാക്കണേ അല്ലാഹ്. ഞങ്ങളെ പാപങ്ങളെല്ലാം നീ ഞങ്ങളോട് പൊറുക്കണേ അല്ലാഹ്. കുറെ വൻപാപങ്ങൾ ഞങ്ങൾ ചെയ്തവരാണ് റബ്ബേ. കുറെ ചെറുപാപങ്ങൾ ഞങ്ങൾ ചെയ്തവരാണ് റബ്ബേ. കുറെ ഞങ്ങളെ മദ്യപിച്ചവരാണ് അല്ലാഹ്. കുറെ ഞങ്ങളെ വ്യഭിചരിച്ചവരാണ് അല്ലാഹ്. ചെയ്തു റബ്ബേ. ഞങ്ങളെ പ്രായത്തിന്റെ ഇടയില്, ഞങ്ങളെ യുവത്വത്തിന്റെ ഇടയില്, ഞങ്ങളെ വിദ്യാർത്ഥി ജീവിതത്തിന്റെ ഇടയില്, ഞങ്ങളെ കോളേജ് ജീവിതത്തിന്റെ ഇടയില് ഞങ്ങളിൽ പല പിഴവുകളും സംഭവിച്ചല്ലോ അല്ലാഹ്. ഞങ്ങളിൽ പല തെറ്റുകളും സംഭവിച്ചല്ലോ അല്ലാഹ്. പടച്ച റബ്ബേ, ജീവിതത്തിന്റെ ഇടയില് കുറെ വൻപാപങ്ങളെ ഞങ്ങൾക്ക് സംഭവിച്ചു പോയതാ. ഞങ്ങൾക്കറിയാം, പാപം ചെയ്താൽ പടച്ച റബ്ബ് പിടികോള. പാപം ചെയ്താൽ അല്ലാഹുവിന്റെ അദാബ് ഖബറിന്റെ അകത്ത് മാലാഖമാർ അവർക്ക് ഒരുക്കി വെച്ചിട്ടുണ്ട് എന്ന് നല്ലതുപോലെ അറിയാം. കള്ള് കുടിക്കാൻ പാടില്ല. കുഞ്ഞുനാട് മുതലേ അത് ഹറാമാണെന്ന് ഞങ്ങൾക്കറിയാം. അന്യപെണ്ണുമായിട്ട് വ്യഭിചരിക്കുന്നത്, പെണ്ണും പെണ്ണുമായിട്ട്, ആണും ആണുമായിട്ട്, ആണും പെണ്ണുമായിട്ട് വ്യഭിചരിക്കുന്നത് ഹറാമാണ് അല്ലാഹ്. അത് വലിയ ശിക്ഷയാണ്
റബ്ബേ. എല്ലാം നല്ലതുപോലെ ഞങ്ങൾക്കറിയാമല്ല, എല്ലാം നല്ലതുപോലെ ഞങ്ങൾക്കറിയാമല്ല. പക്ഷേ ഞങ്ങൾ ചെയ്തു പോയി റബ്ബേ, പക്ഷേ ഞങ്ങളിൽ സംഭവിച്ചു പോയി അല്ലാ. അസ്തഗ്ഫിറുല്ലാഹ്. പുണ്യമായ റമളാനിൽ ഞങ്ങൾ ചോദിക്കുകയാണ്, അസ്തഗ്ഫിറുല്ലാഹ്, ഞങ്ങളെ നീ മാറ്റി നിർത്തല്ലേ റബ്ബേ. ഞങ്ങളാരെ പരിഹസിച്ചാലും നിന്നോട് ഞങ്ങളെ മനസ്സുകൊണ്ട് പറയുകയാ, അസ്തഗ്ഫിറുല്ലാഹ്, നീ ഞങ്ങളോട് പൊറുക്കണേ അല്ലാ, നീ ഞങ്ങളോട് മാപ്പാക്കണേ അല്ലാ. മദ്യപിച്ചു പോയത് പൊറുക്കണേ അല്ലാ. ഇത് റമളാനാണ്, ഇനി മദ്യത്തിന്റെ ലോകത്തിലേക്ക് ഞാനില്ല റബ്ബേ, ഇനി വ്യഭിചാരത്തിലേക്ക് ഞാനില്ല അല്ലാ, ഇനി കണ്ണുകുടിയിലേക്ക് ഞാനില്ല അല്ലാ, ഇനി ഹറാമിലേക്ക് ഞാനില്ല അല്ലാ, ഇനി തെറ്റിലേക്ക് ഞാനില്ല അല്ലാ, ഇനി മദ്യപാനത്തിലേക്ക് ഞാൻ മടങ്ങൂല, ഇനി കൂട്ടുകാര് കഞ്ചാവ് തന്നാലും ആ കഞ്ചാവിലേക്ക് ഞാൻ മടങ്ങൂല അല്ലാ, ഇനി ലഹരി തന്നാലും ആ ലഹരിയിലേക്ക് ഞാൻ മടങ്ങൂല അല്ലാ. MDMA പോലാത്ത ലഹരി വസ്തുക്കൾ കൂട്ടുകാർ ഇനി എനിക്ക് തന്നാലും റമളാനാണ്, റമളാനാണ്, ഇനി ഞാനത് ഉപയോഗിക്കൂല അല്ലാ, ഇനി അതിന്റെ കച്ചവടം ഞാൻ നടത്തൂല അല്ലാ. കുറെ കാലം ഞാൻ ലോട്ടറി എടുത്ത് നടന്നല്ലോ, കുറെ കാലം ഞാൻ ലോട്ടറി വിൽപ്പന നടത്തി നടന്നല്ലോ, കുറെ കാലം ഞാൻ ലോട്ടറി എടുത്ത് നടന്നല്ലോ റബ്ബേ. നീ തരുന്ന വരുമാനത്തിൽ നിന്ന് നീ ഇഷ്ടമില്ലാത്ത രൂപത്തിൽ ലോട്ടറി എടുത്ത് ഞാൻ പലിശ വാങ്ങിയിട്ട് റബ്ബേ, ബാങ്കിൽ നിന്ന് പലിശ വാങ്ങിയിട്ട് ലോൺ എടുത്തിട്ട് ഞാൻ നടന്നല്ലോ അല്ലാ. അസ്തഗ്ഫിറുല്ലാഹ്, എല്ലാം 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 അസ്തഗ്ഫിറുല്ലാഹ്. എന്നോട് പൊറുക്കണേ അല്ലാ, എന്നോട് മാപ്പാക്കണേ അല്ലാ, എനിക്ക് മാപ്പ് തരണേ അല്ലാ, എനിക്ക് മാപ്പ് തരണേ അല്ലാ. ഒരുപാട് സിനിമാ തിയേറ്ററുകളിൽ ഞാൻ കയറി ഇറങ്ങി റബ്ബേ, കുറെ ബാറുകളിൽ ഞാൻ കയറി ഇറങ്ങി റബ്ബേ. ഓരോ രാത്രികളിലും മറ്റുള്ളവരോട് ഹറാമായ ചാറ്റ് ചെയ്തു അല്ലാ, ഹറാമായ രൂപത്തിൽ മറ്റൊരാളോട് ഞാൻ സംസാരിച്ചു അല്ലാ. ഇക്കിളിപ്പെടുത്തുന്ന വാക്കുകൾ വാട്സപ്പിലൂടെ, ഇൻസ്റ്റാഗ്രാമിലൂടെ, ഫേസ്ബുക്കിലൂടെ മറ്റുള്ളവരോട് ഞാൻ ചാറ്റ് ചെയ്തു പോയി അല്ലാ. മറ്റുള്ളവരോട് ഞാൻ കൊഞ്ചിക്കൊഴിയുള്ള മെസ്സേജുകൾക്ക് റീപ്ലൈ കൊടുത്തു പോയി അല്ലാ. മറ്റുള്ളവരുടെ പ്രലോഭനത്തിൽ വഴിപ്പെട്ട് ഹറാമിലേക്ക് ഞാൻ ആരും അറിയാതെ സഞ്ചരിച്ചു പോയി അല്ലാ. ഈ പുണ്യ റമളാനിൽ നിന്നോട് ഞാൻ ചോദിക്കുകയാണ്, അസ്തഗ്ഫിറുല്ലാഹ്, നീ എന്നോട് പൊറുക്കണേ അല്ലാ, നീ എന്നോട് മാപ്പാക്കണേ അല്ലാ, നീ എന്നോട് പൊറുക്കണേ അല്ലാ. ചെയ്തു പോയതെല്ലാം, പറഞ്ഞു പോയതെല്ലാം, മറ്റുള്ളവരെ കുറ്റം പറഞ്ഞതുണ്ട്, ഗീബത്ത് പറഞ്ഞതുണ്ട്, നമീമത്ത് പറഞ്ഞതുണ്ട്. സോഷ്യൽ മീഡിയയിലൂടെ ഒരാളെ കളിയാക്കാൻ ഒരു അവസരം കിട്ടിയപ്പോ, സോഷ്യൽ മീഡിയയിലൂടെ പരിഹസിക്കാൻ ഒരാളെ കുതിര കയറാൻ ഒരു അവസരം കിട്ടിയപ്പോ, പണ്ഡിതന്മാരെ സാദാതീങ്ങളെ മറ്റുള്ള പ്രിയപ്പെട്ടവരെ സോഷ്യൽ മീഡിയയിലൂടെ പരിഹസിക്കാൻ ഒരു അവസരം കിട്ടിയപ്പോ, ആ അവസരം ഞാൻ ഉപയോഗപ്പെടുത്തി ഞാൻ ക്രിയേറ്റ് ചെയ്തു റബ്ബേ. അനാവശ്യമായ വീഡിയോ ക്രിയേറ്റ് ചെയ്തു, അതിന് ലൈക്ക് അടിച്ചു, അതിൽ കമന്റിൽ പോയി അവർക്കെതിരെ ഞാൻ തെറി പറഞ്ഞു അല്ലാ. ജീവിതത്തിൽ ഒരുപാട് മേഖലകളിൽ എന്റെ ഇടയ്ക്ക് പിഴവ് സംഭവിച്ചിട്ടുണ്ട് റബ്ബേ. ജീവിതത്തിൽ ഒരുപാട് മേഖലയിൽ എന്റെ ഇടയ്ക്ക് പാളിച്ചകളെ സംഭവിച്ചിട്ടുണ്ട് നാഥാ, എന്റെ ഇടയ്ക്ക് പിഴവുകൾ സംഭവിച്ചിട്ടുണ്ട് അല്ലാ. അതിനെല്ലാം പരിശുദ്ധ റമളാനിൽ അസ്തഗ്ഫിറുല്ലാഹ്, നീ പൊറുക്കണേ അല്ലാ, നീ മാപ്പാക്കണേ അല്ലാ, നീ മാപ്പാക്കണേ അല്ലാ
എന്നിട്ടോ അടുത്ത ദിക്ർ പറയട്ടെ, വഅസ്അലുകൽ ജന്ന. ഇനി നിന്നോട് ചോദിക്കാനുള്ളത്, ഇനി നിന്നോട് ചോദിക്കാനുള്ളത്, വഅസ്അലുകൽ ജന്ന, വഅസ്അലുകൽ ജന്ന, വഅസ്അലുകൽ ജന്ന, വഅസ്അലുകൽ ജന്ന. നിന്റെ സ്വർഗമാണ്, നിന്റെ സ്വർഗമാണ്, നിന്റെ സ്വർഗമാണ് അല്ലാഹ്. ചോദിക്കാനൊരിക്കലും ഞങ്ങൾ അർഹരല്ല റബ്ബേ, ചോദിക്കാനൊരിക്കലും ഞങ്ങൾ അർഹരല്ല റബ്ബേ, ചോദിക്കാനൊരിക്കലും ഞങ്ങൾ അർഹരല്ല. പക്ഷേ റമളാനിൽ ഞങ്ങളെ ചോദിക്കുകയാൽ കുറെ നോമ്പുകാർ ഞങ്ങളെ മജ്ലിസിലുണ്ടല്ലോ റബ്ബേ. വഅസ്അലുകൽ ജന്ന, വഅസ്അലുകൽ ജന്ന. നിന്റെ സ്വർഗം ഞങ്ങളെ ചോദിക്കുകയാ, നിന്റെ സ്വർഗം ഞങ്ങളെ ചോദിക്കുകയാ. നിന്റെ സ്വർഗം ചോദിക്കാൻ ഞങ്ങളെ കയ്യിൽ ഇബാദത്തുകളില്ല, ഞങ്ങളെ കയ്യിൽ സൽക്കർമ്മങ്ങളില്ല. പക്ഷേ ഞങ്ങൾ ചോദിക്കുന്നു, ഇത് റഹ്മത്തിന്റെ മാസമാണല്ലോ റബ്ബേ, ഇത് റഹ്മത്തിന്റെ ഒന്നാമത്തെ പത്താണ്. റമളാനിന്റെ 1 മുതൽ 10 വരെ റഹ്മത്തിന്റെ പത്താണ്. അതുകൊണ്ട് റഹ്മത്താകുന്ന സ്വർഗം നിന്നോട് ചോദിച്ചാൽ നീ തരുമല്ലോ. വഅസ്അലുകൽ ജന്ന വഅഊദു ബിക മിനന്നാർ, വഅഊദു ബിക മിനന്നാർ, വഅഊദു ബിക മിനന്നാർ. കത്തിയാളെന്ന നരകത്തിൽ ഞങ്ങൾ നിന്നോട് കാവൽ ചോദിക്കുന്നു അല്ലാഹ്. കത്തിയാളെന്ന നരകത്തിൽ നിന്ന് നിന്നോട് ഞങ്ങൾ കാവൽ ചോദിക്കുന്നു അല്ലാഹ്. കല്ലുകുടിയന്മാർക്ക് അദാബ് കൊടുക്കുന്ന നരകം, പടച്ചവനെ വ്യഭിചാരികൾക്ക് അദാബ് കൊടുക്കുന്ന നരകം, ഹറാമ് ചെയ്ത് തൗബ ചെയ്യാതെ മരിച്ചുപോയവരെ അല്ലാഹു പാർപ്പിക്കുന്ന നരകമുണ്ടല്ലോ. അല്ലാഹുവേ, ആ നരകം കണ്ടിട്ട് ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം വരെ പേടിച്ചു പോയതാണ്. നരകം കാക്കുന്ന മഹാനരായ മാലിക് അലൈഹിസ്സലാം, മാലിക് അലൈഹിസ്സലാത്തു വസ്സലാം, മാലിക് അലൈഹിസ്സലാത്തു വസ്സലാം ജീവിതത്തിൽ ചിരിച്ചിട്ടില്ല. പടച്ചവനെ, കാരണം എന്തെന്നറിയോ? അല്ലാഹു നരകം കാണിച്ചു കൊടുത്തതാണ്, അല്ലാഹു നരകം കാണിച്ചു കൊടുത്തതാണ്. നരകം കണ്ടതിന് ശേഷം മാലിക് അലൈഹിസ്സലാത്തു വസ്സലാമിനെ ചിരിച്ചിട്ടില്ല. ചിരിക്കാൻ കഴിയൂല, കാരണം നരകത്തിന്റെ അവസ്ഥ അങ്ങനെയാണ്, നരകത്തിന്റെ അദാബ് അങ്ങനെയാണ്, നരകത്തിന്റെ അവസ്ഥ അങ്ങനെയാണ്. അത് പറഞ്ഞറിയിക്കാൻ കഴിയൂല മക്കളെ, നരകത്തിന്റെ അവസ്ഥ പറഞ്ഞറിയിക്കാൻ കഴിയൂല പ്രിയപ്പെട്ടവരെ, നരകത്തിന്റെ അവസ്ഥ പറഞ്ഞറിയിക്കാൻ കഴിയൂല പ്രിയപ്പെട്ടവരെ. അതുകൊണ്ടാണ് അല്ലാഹുവിന്റെ റസൂല് പറയുന്നത്, പരിശുദ്ധമായ റമളാനിലെ പവിത്രമായ പുണ്യമായ റമളാനിൽ നിങ്ങൾ നരകത്തിൽ നിന്ന് കാവൽ ചോദിക്കണേ. വഅഊദു ബിക മിനന്നാർ, ആ നരകത്തിന്റെ അദാബിൽ നിന്ന് ഞങ്ങളെ രക്ഷപ്പെടുത്തണേ നാദാ. അതാണ് ആ ദിക്റിന്റെ അർത്ഥം. നമ്മളിപ്പോൾ ചൊല്ലാൻ പോകുന്ന ദിക്റിന്റെ അർത്ഥം അതാണ്. ആ അർത്ഥം മനസ്സറിഞ്ഞിട്ട് ചൊല്ലണം നമ്മള്, ആ അർത്ഥം മനസ്സിലാക്കിയിട്ട് ചൊല്ലണം നമ്മള്. അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് അസ്തഗ്ഫിറുല്ലാഹ് വഅസ്അലുകൽ ജന്നത വഅഊദു ബിക മിനന്നാർ. എല്ലാവരും മനസ്സറിഞ്ഞ് ചൊല്ലിയേ. അതിന്റെ അർത്ഥം നിങ്ങൾക്ക് ഓരോരുത്തർക്കും പറഞ്ഞു തന്നല്ലോ. അതുകൊണ്ട് എല്ലാവരും കൂട്ടമായിട്ട് ചൊല്ലുക. പടച്ചവനെ, റമളാനിന്റെ 1ാമത്തെ പകല് നോമ്പുകാരായിട്ട് ഞങ്ങൾ നിന്നോട് ചോദിക്കുന്നത് നീ ഞങ്ങൾക്ക് തരണേ അല്ലാഹ്. എല്ലാവരും ചോദിക്കുക, അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് അസ്തഗ്ഫിറുല്ലാഹ് വഅസ്അലുകൽ ജന്നത വഅഊദു ബിക മിനന്നാർ. അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ്
أستغفر الله وأسألك الجنة وأعوذ بك من النار أشهد أن لا إله إلا الله أستغفر الله وأسألك الجنة وأعوذ بك من النار أشهد أن لا إله إلا الله أستغفر الله وأسألك الجنة وأعوذ بك من النار أشهد أن لا إله إلا الله أستغفر الله وأسألك الجنة وأعوذ بك من النار أشهد أن لا إله إلا الله أستغفر الله وأسألك الجنة وأعوذ بك من النار أشهد أن لا إله إلا الله أستغفر الله وأسألك الجنة وأعوذ بك من النار أشهد أن لا إله إلا الله أستغفر الله وأسألك الجنة وأعوذ بك من النار أشهد أن لا إله إلا الله أستغفر الله وأسألك الجنة وأعوذ بك من النار أشهد أن لا إله إلا الله أستغفر الله وأسألك الجنة وأعوذ بك من النار أشهد أن لا إله إلا الله أستغفر الله وأسألك الجنة وأعوذ بك من النار أشهد أن لا إله إلا الله أستغفر الله وأسألك الجنة وأعوذ بك من النار أشهد أن لا إله إلا الله أستغفر الله وأسألك الجنة وأعوذ بك من النار أشهد أن لا إله إلا الله أستغفر الله وأسألك الجنة وأعوذ بك من النار أشهد أن لا إله إلا الله أستغفر الله وأسألك الجنة وأعوذ بك من النار أشهد أن لا إله إلا الله أستغفر الله وأسألك الجنة وأعوذ بك من النار أشهد أن لا إله إلا الله أستغفر الله وأسألك الجنة وأعوذ بك من النار أشهد أن لا إله إلا الله أستغفر الله وأسألك الجنة وأعوذ بك من النار أشهد أن لا إله إلا الله أستغفر الله وأسألك الجنة وأعوذ بك من النار أشهد أن لا إله إلا الله أستغفر الله وأسألك الجنة وأعوذ بك من النار أشهد أن لا إله إلا الله أستغفر الله وأسألك الجنة وأعوذ بك من النار أشهد أن لا إله إلا الله أستغفر الله أسألك الجنة وأعوذ بك من النار أشهد أن لا إله إلا الله أستغفر الله وأسألك الجنة وأعوذ بك من النار أشهد أن لا إله إلا الله أستغفر الله وأسألك الجنة وأعوذ بك من النار أشهد أن لا إله إلا الله أستغفر الله وأسألك الجنة وأعوذ بك من النار أشهد أن لا إله إلا الله أستغفر الله وأسألك الجنة وأعوذ بك من النار أشهد أن لا إله إلا الله أستغفر الله وأسألك الجنة وأعوذ بك من النار أشهد أن لا إله إلا الله أستغفر الله وأسألك الجنة وأعوذ بك من النار
അല്ലാഹുവേ ഞങ്ങൾ നിന്നോട് ചോദിക്കുന്നത് നീ ഞങ്ങൾക്ക് തരണേ അല്ലാ, നീ ഞങ്ങൾക്ക് തരണേ അല്ലാ. അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് അസ്തഗ്ഫിറുല്ലാഹ് വഅസ്അലുകൽ ജന്നത വഅഊദു ബിക മിനന്നാർ. അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് അസ്തഗ്ഫിറുല്ലാഹ് വഅസ്അലുകൽ ജന്നത വഅഊദു ബിക മിനന്നാർ. അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് അസ്തഗ്ഫിറുല്ലാഹ് വഅസ്അലുകൽ ജന്നത വഅഊദു ബിക മിനന്നാർ. അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് അസ്തഗ്ഫിറുല്ലാഹ് അസ്അലുകൽ ജന്നത വഅഊദു ബിക മിനന്നാർ. അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് അസ്തഗ്ഫിറുല്ലാഹ് വഅസ്അലുകൽ ജന്നത വഅഊദു ബിക മിനന്നാർ. അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് അസ്തഗ്ഫിറുല്ലാഹ് വഅസ്അലുകൽ ജന്നത വഅഊദു ബിക മിനന്നാർ. അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് അസ്തഗ്ഫിറുല്ലാഹ് വഅസ്അലുകൽ ജന്നത വഅഊദു ബിക മിനന്നാർ. അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് അസ്തഗ്ഫിറുല്ലാഹ് വഅസ്അലുകൽ ജന്നത വഅഊദു ബിക മിനന്നാർ. അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് അസ്തഗ്ഫിറുല്ലാഹ് വഅസ്അലുകൽ ജന്നത വഅഊദു ബിക മിനന്നാർ. أشهد أن لا إله إلا الله أستغفر الله وأسألك الجنة وأعوذ بك من النار. أشهد أن لا إله إلا الله أستغفر الله وأسألك الجنة وأعوذ بك من النار. أشهد أن لا إله إلا الله أستغفر الله وأسألك الجنة وأعوذ بك من النار. أشهد أن لا إله إلا الله أستغفر الله وأسألك الجنة وأعوذ بك من النار. أشهد أن لا إله إلا الله أستغفر الله وأسألك الجنة وأعوذ بك من النار. أشهد أن لا إله إلا الله أستغفر الله وأسألك الجنة وأعوذ بك من النار. അല്ലാഹുവേ പരിശുദ്ധ റമളാനിന്റെ ബറക്കത്ത് കൊണ്ട് നിന്റെ സ്വർഗ്ഗം ഞങ്ങൾക്ക് തരണമല്ലാ, നിന്റെ സ്വർഗ്ഗം ഞങ്ങൾക്ക് തരണമല്ലാ, നിന്റെ സ്വർഗ്ഗം ഞങ്ങൾക്ക് തരണമല്ലാ. മുഅ്മിനീങ്ങളെ ഒരു 11 തവണ കൂടി മനസ്സറിഞ്ഞിട്ട് ചോദിക്കുകയാണ് യജമാനനായ റബ്ബിനോട്. എല്ലാ പ്രിയപ്പെട്ടവരും ചോദിക്കുക, അല്ലാഹു വെറുതെയാക്കൂല, അല്ലാഹു വെറുതെയാക്കൂല. أشهد أن لا إله إلا الله أستغفر الله وأسألك الجنة وأعوذ بك من النار. أشهد أن لا إله إلا الله أستغفر الله وأسألك الجنة وأعوذ بك من النار. أشهد أن لا إله إلا الله أستغفر الله وأسألك الجنة وأعوذ بك من النار. أشهد أن لا إله إلا الله أستغفر الله وأسألك الجنة وأعوذ بك من النار. أشهد أن لا إله إلا الله أستغفر الله وأسألك الجنة وأعوذ بك من النار. أشهد أن لا إله إلا الله
അസ്തഗ്ഫിറുല്ലാഹ് വഅസ്അലുക الجنة وأعوذ بك من النار أشهد أن لا إله إلا الله أستغفر الله وأسألك الجنة وأعوذ بك من النار أشهد أن لا إله إلا الله أستغفر الله وأسألك الجنة وأعوذ بك من النار أشهد أن لا إله إلا الله أستغفر الله وأسألك الجنة وأعوذ بك من النار أشهد أن لا إله إلا الله أستغفر الله وأسألك الجنة وأعوذ بك من النار أشهد أن لا إله إلا الله أستغفر الله وأسألك الجنة وأعوذ بك من النار അല്ലാഹുവേ ഞങ്ങളെ ദോഷങ്ങളെ പൊറുക്കണേ അല്ലാ ഞങ്ങളെ പാപങ്ങളെ പൊറുക്കണേ അല്ലാ നീ ഞങ്ങളോട് മാപ്പാക്കണേ റഹ്മാനേ നീ ഞങ്ങളോട് പൊറുക്കണേ അല്ലാ പുണ്യമായ റമളാനിന്റെ ഒന്നാമത്തെ സുദിനത്തിൽ ഞങ്ങൾ നിന്നോട് ചോദിക്കുകയാണ് ഞങ്ങളെ പാപങ്ങളെല്ലാം വിട്ടുപുറത്ത് മാഫാക്കണേ അല്ലാ ഞങ്ങളെ പാപഭാരങ്ങളെല്ലാം നീ ഞങ്ങളോട് പൊറുക്കണേ അല്ലാ ഞങ്ങളെ പാപഭാരങ്ങളെല്ലാം നീ ഞങ്ങളോട് പൊറുക്കണേ അല്ലാ ഈ പരിശുദ്ധ റമളാൻ ഞങ്ങൾക്ക് അനുകൂലമാക്കണേ റഹ്മാനേ ഈ പരിശുദ്ധ റമളാൻ ഞങ്ങൾക്ക് അനുകൂലമാക്കണേ റഹ്മാനേ റമളാനിന്റെ ബറക്കത്ത് കൊണ്ട് ഞങ്ങളെ മരണം നന്നാക്കണേ റബ്ബേ റമളാനിന്റെ ബറക്കത്ത് കൊണ്ട് ഞങ്ങളെ ആഖിബത്തിനെ നന്നാക്കണേ റബ്ബേ റമളാനിന്റെ ബറക്കത്ത് കൊണ്ട് ഞങ്ങളെ ആഖിബത്തിനെ നന്നാക്കണേ റബ്ബേ റമളാനിന്റെ ബറക്കത്ത് കൊണ്ട് ഞങ്ങളെ പാപങ്ങളെ പൊറുക്കണേ റബ്ബേ റമളാനിന്റെ ബറക്കത്ത് കൊണ്ട് ഞങ്ങളെ കടങ്ങളെ വീട്ടണേ റബ്ബേ റമളാനിന്റെ ബറക്കത്ത് കൊണ്ട് ഞങ്ങളെ രോഗങ്ങളെ ശിഫയാക്കണേ അല്ലാ റമളാനിന്റെ ബറക്കത്ത് കൊണ്ട് ക്യാൻസർ മാറ്റണേ അല്ലാ റമളാനിന്റെ ബറക്കത്ത് കൊണ്ട് ട്യൂമർ മാറ്റണേ അല്ലാ റമളാനിന്റെ ബറക്കത്ത് കൊണ്ട് അറ്റാക്ക് മാറ്റണേ അല്ലാ റമളാനിന്റെ ബറക്കത്ത് കൊണ്ട് ലിവറിന്റെ പ്രോബ്ലം മാറ്റണേ അല്ലാ റമളാനിന്റെ ബറക്കത്ത് കൊണ്ട് ഹാർട്ടിന്റെ പ്രോബ്ലം മാറ്റണേ അല്ലാ റമളാനിന്റെ ബറക്കത്ത് കൊണ്ട് കിഡ്നിയുടെ തകരാറ് സുഖപ്പെടുത്തണേ അല്ലാ റമളാനിന്റെ ബറക്കത്ത് കൊണ്ട് ഗർഭപാത്രത്തിലെ മുഴയും അസുഖവും മാറ്റിത്തരണമല്ലാ റമളാനിന്റെ ബറക്കത്ത് കൊണ്ട് മാരകമായ രോഗങ്ങളൊക്കെ മാറ്റണേ റബ്ബേ റമളാനിന്റെ ബറക്കത്ത് കൊണ്ട് മാരകമായ രോഗങ്ങളിലുള്ള ഞങ്ങളെ കാക്കണേ അല്ലാ റമളാനിന്റെ ബറക്കത്ത് കൊണ്ട് ഞങ്ങളെ ഉസ്താദുമാരെ രോഗങ്ങളെ മാറ്റണേ അല്ലാ റമളാനിന്റെ ബറക്കത്ത് കൊണ്ട് ഞങ്ങളെ ഉമ്മമാരെ രോഗങ്ങളെ മാറ്റണേ അല്ലാ റമളാനിന്റെ ബറക്കത്ത് കൊണ്ട് ഞങ്ങളെ ഉപ്പമാരെ രോഗങ്ങളെ മാറ്റണേ അല്ലാ റമളാനിന്റെ ബറക്കത്ത് കൊണ്ട് ഞങ്ങളെ വല്യുമ്മമാരെ രോഗങ്ങളെ മാറ്റണേ അല്ലാ റമളാനിന്റെ ബറക്കത്ത് കൊണ്ട് ഞങ്ങളെ വലിയുപ്പമാരെ രോഗങ്ങളെ മാറ്റണേ അല്ലാ റമളാനിന്റെ ബറക്കത്ത് കൊണ്ട് ഞങ്ങളെ ഭാര്യമാരെ രോഗങ്ങളെ മാറ്റണേ അല്ലാ റമളാനിന്റെ ബറക്കത്ത് കൊണ്ട് ഞങ്ങളെ ഭർത്താക്കന്മാരെ രോഗങ്ങളെ മാറ്റണേ അല്ലാ റമളാനിന്റെ ബറക്കത്ത് കൊണ്ട് ഞങ്ങളെ കുടുംബങ്ങളെ രോഗങ്ങളെ മാറ്റണം അല്ലാ റമളാനിന്റെ ബറക്കത്ത് കൊണ്ട് ഞങ്ങളെ മക്കളുടെ മരുമക്കളുടെ പേരമക്കളുടെ രോഗങ്ങളെ മാറ്റണേ അല്ലാ റമളാനിന്റെ ബറക്കത്ത് കൊണ്ട് ഞങ്ങളെ അയൽവാസികളുടെ രോഗങ്ങളെ മാറ്റണം അല്ലാ റമളാനിന്റെ ബറക്കത്ത് കൊണ്ട് ഞങ്ങളെ പ്രവാസികളെ രോഗങ്ങളെ മാറ്റണം അല്ലാ റമളാനിന്റെ ബറക്കത്ത് കൊണ്ട് ഞങ്ങളെ നാട്ടുകാരെ രോഗങ്ങളെ മാറ്റണം അല്ലാ റമളാൻ
റമളാനിന്റെ ബറക്കത്ത് കൊണ്ട് അറിവിന്നിലാമ കുടുംബങ്ങളെ രോഗങ്ങളെ മാറ്റണേ അല്ലാ. ഓരോ റമളാനിലും ളുഹ്ർ നിസ്കാരം കഴിഞ്ഞാൽ 1 മണിയാകുമ്പോ അറിവിന്നിലാവിന്റെ റമളാൻ നിലാവിന്റെ മജ്ലിസ് കേൾക്കുന്ന ഈ കുടുംബത്തിലെ ബറക്കത്ത് നൽക റബ്ബേ. ദശലക്ഷങ്ങൾ ഒരുമിച്ച് ആമീൻ പറയാ. എല്ലാവരെയും പറയുന്ന ആമീനും സ്വീകരിക്കണേ അല്ലാ. എല്ലാവരും ആമീനും കബൂലാക്കി ഞങ്ങളെ വീടുകൾ ബറക്കത്തുള്ള വീടാക്കി റബ്ബേ. റമളാൻ നിലാവ് കേൾക്കുന്ന വീടുകൾ ബറക്കത്തുള്ള വീടാക്കി റബ്ബേ. റമളാൻ നിലാവ് കേൾക്കുന്ന കോട്ടേഴ്സുകൾ, റൂമുകൾ, വില്ലകൾ, താമസ സ്ഥലങ്ങൾ എല്ലായിടത്തും നീ ബറക്കത്ത് നൽകണേ. റമളാൻ നിലാവ് കേൾക്കുന്ന വാഹനങ്ങളിൽ, റമളാൻ നിലാവ് കേൾക്കുന്ന കച്ചവട സ്ഥാപനങ്ങളിൽ, റമളാൻ നിലാവ് കേൾക്കുന്ന ഷോപ്പുകളിൽ, റമളാൻ നിലാവ് കേൾക്കുന്ന കടകളിൽ, റമളാൻ നിലാവ് കേൾക്കുന്ന പ്രവാസികള് എല്ലാവർക്കും ബറക്കത്ത് നൽകണേ അല്ലാ. ഐശ്വര്യം നൽകണേ അല്ലാ. റാഹത്ത് നൽകണേ അല്ലാ. സമാധാനം നൽകണേ അല്ലാ. സന്തോഷം നൽകണേ അല്ലാ. ഖൈറ് നൽകണേ അല്ലാ. റഹ്മത്ത് നൽകണേ അല്ലാ. റബ്ബേ, ലോകത്ത് മുഴുവനും നീ സമാധാനം തരണേ റഹ്മാനെ. ലോകത്ത് മുഴുവനും നീ സമാധാനം തരണേ റഹ്മാനെ. നിന്റെ അടിമകളോട് മുഴുവനും നീ കാരുണ്യം കാണിക്കണമല്ലാ. നിന്റെ റഹ്മത്താണ് നല്ല മഴ. ഞങ്ങൾക്ക് നല്ല മഴ നൽകണേ അല്ലാ. ഞങ്ങൾക്ക് നല്ല വെള്ളം തരണേ അല്ലാ. ഞങ്ങളെ കിണറുകളിലെ, ഞങ്ങളുടെ കുയൽ കിണറുകളിലെ, ഞങ്ങളുടെ പാടങ്ങളിലെ, വയലുകളിലെ, കുളങ്ങളിലെ, പുഴകളിലെ, അരുവികളിലെ റാഹത്തുള്ള ബറക്കത്തുള്ള വെള്ളം തരണേ അല്ലാ. ഞങ്ങളെ കിണറ്റിലെ, ഞങ്ങളെ അയൽവാസികളുടെ കിണറ്റിലെ, ഞങ്ങളെ നാട്ടുകാരുടെ കിണറ്റിലെ റഹ്മത്തുള്ള വെള്ളം തരണേ അല്ലാ. കല്യാണ പ്രായമെത്തി നിൽക്കുന്ന സഹോദര സഹോദരിമാരുണ്ട്. റമളാൻ നിലാവ് ഒന്നാമത്തെ മജ്ലിസിൽ ഇരുന്ന് ഞങ്ങളെ ചോദിക്കുകയാ, ഈ റമളാൻ കഴിയലോടെ ഞങ്ങളെ സഹോദരിമാരുടെ കല്യാണം, ഞങ്ങളെ സഹോദരങ്ങളുടെ കല്യാണം റബ്ബാകുന്ന നീ ശരിയാക്കി കൊടുക്കണേ അല്ലാ. പടച്ചവനെ, കല്യാണം കഴിഞ്ഞ് മക്കളില്ലാതെ വിഷമിക്കുന്നവനുണ്ട്. റമളാൻ നിലാവിന്റെ മജ്ലിസിൽ ഇരുന്ന് ഞങ്ങളെ ചോദിക്കുകയാണ്, മക്കളെ കൊടുക്കണേ അല്ലാ. മക്കളെ കൊടുക്കണേ അല്ലാ. മക്കളെ കൊടുക്കണേ അല്ലാ. മക്കളെ കൊടുക്കണേ അല്ലാ. ഗർഭിണികളായ സഹോദരിമാരുണ്ട്, പ്രയാസങ്ങളെ മാറ്റിക്കൊടുക്കണേ അല്ലാ. ക്ഷീണങ്ങളെ, ഛർദികളെ, ബുദ്ധിമുട്ടുകളെ സലാമത്താക്കി കൊടുക്കണേ അല്ലാ. സുഖപ്രസവത്തിലൂടെ ആരോഗ്യമുള്ള മക്കളെ നീ നൽകണേ അല്ലാ. പടച്ചവനെ, റമളാൻ നിലാവിന്റെ മജ്ലിസിൽ ഇരുന്ന് ഞങ്ങളെ ചോദിക്കുകയാ, അടുത്ത റമളാൻ നിലാവ് ഞങ്ങൾക്ക് കേൾക്കാൻ സ്വന്തമായിട്ടൊരു വീട് തരണമല്ലാ. സ്വന്തമായിട്ടൊരു വീട് തരണമല്ലാ. ഞങ്ങളെ വീട് പണി തുടങ്ങി വച്ചത് പൂർത്തിയായി പെരുന്നാളാകുമ്പോഴേക്ക്, നോമ്പ് കഴിയുമ്പോഴേക്ക് ആ വീട്ടിലെ കേറി കൂടാൻ ഭാഗ്യം തരണേ അല്ലാ.